കേരളത്തിലെ ആ നുണയനെ പൗരോഹിത്യ വിഭാഗങ്ങൾ വരെ തിരിച്ചറിയുന്നു എന്നറിഞ്ഞതിൽ നമ്മൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ലോഹയിട്ട പിതാവിന്റെ പരാമർശം, അതും ബൈബിളിൽ ഊന്നിയ വാക്കുകളിലൂടെ കേരളത്തിലെ ബ്രാൻഡഡ് നുണേശനെ കുറിച്ച് ഒരു സഭാ പിതാവ് പറഞ്ഞ വാചകങ്ങൾ ഈ നാട് ശ്രദ്ധിക്കണം. അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് എത്താൻ വേണ്ടി എന്തിനേയും നുണ കൊണ്ട് നേരിടുക, എന്തും നുണയായി ചിത്രീകരിക്കുക, ആ നുണയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് പരിശ്രമിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെ തിരിച്ചറിയാൻ നിങ്ങളെ ഈ പിതാവിന്റെ പ്രതികരണം സഹായിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ബൈബിൾ പറഞ്ഞ് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്: നിങ്ങൾ സത്യം അറിയുകയും അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നുണകൾ മാത്രം പടച്ചുവിടുകയും പടച്ചുവിട്ട നുണയെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും സമൂഹത്തെ മുഴുവൻ അതിൽ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുകയും എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ നുണ ശരിയായിരുന്നു എന്ന് സംശയിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോൾ സത്യം അറിയാനും സത്യം മനസ്സിലാക്കാനും സത്യത്തെ മുറുകെ പിടിക്കാനും ധൈര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാര്യം സമൂഹം ആ നുണയനെ തിരിച്ചറിഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായവും അണിഞ്ഞ് എന്തിനേയും ഏതിനേയും നുണ കൊണ്ട് മാത്രം നേരിട്ട് ശീലിച്ച് നുണയിലൂടെ എന്തും വരുതിയിലാക്കാമെന്ന് കരുതുന്ന ഒരു വ്യക്തിയെ ജനം കേട്ടും വിലയിരുത്തിയും തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. കാര്യം സഭാപിതാക്കന്മാരെന്നൊക്കെ പറയുന്നത് എല്ലാവരുമല്ല, ചിലർ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നോക്കിക്കാണുന്നവരാണ്. അവർ മതം കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ കലർത്താതെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരും പുലർത്തുന്ന സത്യസന്ധതയും ഒപ്പം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയോട് കാട്ടുന്ന കൂറും നീതിയും അത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഇതുപോലുള്ള ചില പ്രതികരണങ്ങൾ രൂപപ്പെടും. അതുകൊണ്ടാണ് പരസ്യമായി മൈക്ക് കെട്ടി കേരളത്തിന്റെ ബ്രാൻഡഡ് നുണേശനെ കുറിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൽ പറയാൻ തയ്യാറായത്. നമ്മുടെ നാട്ടിൽ കള്ളത്തരവും കൊള്ളകളും കാണിക്കുന്നവർക്കൊപ്പവും ചില പൗരോഹിത്യ വിഭാഗക്കാർ അണിനിരക്കാറുണ്ട്. കാര്യം അവർ വന്നാൽ മാത്രമേ അത്തരം ആൾക്കാർക്ക് ഗുണമുള്ളൂ. കാര്യം പൗരോഹിത്യ വിഭാഗത്തിലും അവരെപ്പോലെ തന്നെ കാപട്യമായവർക്ക് മാത്രമാണ് സതീശനെ പോലുള്ള വ്യക്തികൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ ജാതിയും മതവും നുണയും എല്ലാം കൂട്ടിക്കലർത്തി കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തെ മലിനമാക്കി തീർത്തുകൊണ്ട് തങ്ങളുടെ അധികാരമോഹം പൂവണിയിക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ ചില ശബ്ദങ്ങളെങ്കിലും സമൂഹത്തിനോട് യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ അത് ആ മേഖലയ്ക്ക് തന്നെ ജനങ്ങൾക്ക് നൽകുന്ന ചില പ്രതീക്ഷകളാണ്. നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പദവിയിലേക്ക് എത്താൻ എന്തിനാണ് നുണയെ കൂട്ടുപിടിക്കുന്നത്? സത്യവും അല്ലെങ്കിൽ പോരായ്മകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനേക്കാൾ മികച്ചതായി ഞങ്ങൾ ചെയ്യുമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനപ്പുറം നുണകളെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ കാലത്ത് അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും ശരിയായ ദിശയിലല്ലെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഇതുപോലുള്ള പൗരോഹിത്യ വിഭാഗക്കാരാണ് ഇന്ന് ജനങ്ങളെ നേരിൻ്റെ പാതയിൽ നടത്തുന്നവരെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പരാമർശം ധൈര്യപൂർവ്വം നടത്താൻ തയ്യാറായ ആ പുരോഹിതനെ കേരളം അഭിനന്ദിക്കുന്നു.